എന്താ നമ്മുടെ ഗ്രാമം ഇങ്ങനെ നമ്മുടെ തലയിലെടുത്ത്? ഓരോ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ഗ്രാമം വിട്ടു പോകണം. വേഗം ഓടിപ്പോയില്ലെങ്കിൽ പ്രേതത്തിന്റെ കയ്യാലെ മരണം സംഭവിക്കും. വേഗം നടക്കൂ. ചിത്രാപുരം എന്ന ഗ്രാമത്തിൽ ആണുങ്ങൾക്ക് ഒരു വലിയ ശാപമുണ്ടായിരുന്നു. ഒരുപാട് വർഷക്കാലമായി അവർ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. സന്ധ്യയാകുന്നതിന് മുൻപ് ഗ്രാമത്തിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിന്റെ വെളിയിലുള്ള കാട്ടിലെ മരങ്ങളുടെ കീഴിൽ കിടന്നിട്ട് പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചിട്ടാണ് അവിടേക്ക് അവർ തിരിച്ചു വരുന്നത്. അതല്ലാതെ അവർ ഗ്രാമത്തിൽ തന്നെ തങ്ങിയാൽ പ്രതാപിന്റെ ആത്മാവ് വന്ന് ആ പുരുഷന്മാരെ ക്രൂരമായി കൊന്നുകളയും. ആ പ്രേതം ഇവരെ എന്ത് കാരണത്താലാണ് ഇങ്ങനെ പീഡിപ്പിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. സന്ധ്യയാകുമ്പോൾ തന്നെ ആ ഗ്രാമം ഒരു ഭീകര സ്ഥലമായി മാറും. പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പോലും കേൾക്കാതെ ആളുകൾ ജനലും കതകുമെല്ലാം അടച്ച് നിശബ്ദരായി അകത്തുണ്ടായിരിക്കും. ഗ്രാമത്തിന്റെ ഒരറ്റത്തുള്ള ചുടുകാട്ടിലെ ഒരു പൊട്ടക്കിണറ്റിന്റെ ഉള്ളിൽ നിന്ന് കുതിരയ്ക്കൊപ്പം പ്രതാപിന്റെ ആത്മാവ് വെളിയിലേക്ക് വരും. ഒരു കൈയിൽ റാന്തലും മറു കൈയിൽ ചാട്ടവാറുമായി ടക് ടക് എന്ന് ഗ്രാമത്തിനുള്ളിലേക്ക് വരും. ഓരോ തെരുവിലും ഓരോ വീടും വന്ന് നോക്കിയിട്ട് പോകും. അവന്റെ കണ്ണ് കാണാൻ അതിഭീകരമായിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതാപ് ദാത്രൻ. ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങുകയാണോ? ജോലി ചെയ്യാൻ പോടാ, ഇപ്പോ തന്നെ പോ. പണി ചെയ്യാനുണ്ടായിട്ട് കിടന്നുറങ്ങുന്നോ? ജോലി ചെയ്യാൻ പോടാ, ഇപ്പോ തന്നെ പോ. പണി ചെയ്യാനുണ്ടായിട്ട് കിടന്നുറങ്ങുന്നോ? ജോലി ചെയ്യാൻ പോടാ, ഇപ്പോ തന്നെ പോ. പ്രതാപിന്റെ ശബ്ദം കേട്ട് വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നവർ നടുങ്ങിപ്പോകും. റാന്തൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓരോ വീട്ടിലേക്കും പോയി ആണുങ്ങൾ ആ വീട്ടിൽ കിടക്കുന്നുണ്ടോ എന്ന് പോയി നോക്കിയിട്ട് രാത്രി മുഴുവൻ അവിടെ നിന്ന് പ്രഭാതമാകുമ്പോൾ വീണ്ടും തിരിച്ച് ആ പൊട്ടക്കിണറ്റിലേക്ക് മറഞ്ഞു പോകും. ഗ്രാമത്തിന് വെളിയിൽ പോയ ആണുങ്ങളെല്ലാം തിരിച്ച് ഗ്രാമത്തിലേക്ക് മടങ്ങി വരും. അവർക്ക് ദിവസവും ഈ ജോലി തന്നെയാണ്. ഗ്രാമവാസികൾ എത്രയോ വലിയ മന്ത്രവാദി, തന്ത്രവാദി ആരെ കൂട്ടിക്കൊണ്ടു വന്നിട്ടും ആ ഗ്രാമത്തിന് ഈ ശാപത്തിൽ നിന്ന് വെളിയിൽ വരാൻ സാധിച്ചില്ല. നാളുകൾ കടന്നുപോയി. കുറച്ചു നാളുകൾക്ക് ശേഷം മനീഷ് എന്നു പേരുള്ള ആൾ അവരുടെ ദൂരത്തുള്ള ഒരു സ്വന്തക്കാരിൽ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. യമുന, ഇത്ര നാളും എനിക്ക് ആരുമില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇന്നു മുതൽ നിനക്ക് ഞാൻ, എനിക്ക് നീ. ശരി ചേട്ടാ. മനീഷ് കുഞ്ഞുനാൾ മുതൽ അയാളുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടതുകൊണ്ട് അമ്മൂമ്മയാണ് വളർത്തിയത്. കുറച്ചു നാളുകൾക്ക് ശേഷം അവരും മരണപ്പെടുകയാണ്. ഒറ്റത്തടിയായിരുന്ന മനീഷ് അവന്റെ സ്വന്തക്കാരന്റെ മകളെ വിവാഹം ചെയ്യുന്നു. വൈകുന്നേരമായപ്പോൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് വെളിയിലേക്ക് ഓടി വരുന്നു. യമുന, കഥ കടയ്ക്കൂ. ആര് വന്നാലും കഥക് തുറക്കരുത്. നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ വരാം എന്ന് കിതച്ചുകൊണ്ട് വെളിയിലേക്ക് പോകുന്നു. യമുന വെളിയിൽ വന്ന് നോക്കിയപ്പോൾ ആ ഗ്രാമത്തിലെ എല്ലാ പുരുഷന്മാരും ഗ്രാമം വിട്ടു പോകുന്നു. ഇതെന്താ ഒന്നും പറയാതെ വേഗം വെളിയിലേക്ക് ഓടിപ്പോന്നത് എന്നാലോചിച്ച് കഥകടച്ച് വീടിന്റെ ഉള്ളിൽ പോയി കിടന്നുറങ്ങി. അർദ്ധരാത്രിയായി തുടങ്ങി. ഞാൻ പ്രതാപ് ദാത്രൻ. ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങുകയാണോ? ജോലി ചെയ്യാൻ പോടാ, ഇപ്പോ തന്നെ പോ. പണി ചെയ്യാനുണ്ടായിട്ട് കിടന്നുറങ്ങുന്നോ? ജോലി ചെയ്യാൻ പോടാ, ഇപ്പോ തന്നെ പോ. പണി ചെയ്യാനുണ്ടായിട്ട് കിടന്നുറങ്ങുന്നോ? ജോലി ചെയ്യാൻ പോടാ, ഇപ്പോ തന്നെ പോ. ആ ശബ്ദം കേട്ട് ഭയന്ന് യമുന എണീറ്റ് ജനലിലൂടെ നോക്കിയപ്പോൾ ഒരു പുരുഷൻ കുതിരയുടെ മുകളിൽ കയറിയിരുന്ന് ഒരു കൈയിൽ റാന്തലും ഒരു കൈയിൽ ചാട്ടവാറുമിട്ട് അടിച്ച് വലിയ ശബ്ദത്തോടെ ഗ്രാമം തോറും
കടന്നു പോകുന്നു. ആ പ്രേതത്തിനെ കണ്ട് ഞെട്ടി വിറച്ചു പോകുന്നു യമുന. രാത്രി മുഴുവനും പേടിച്ചു വിറച്ച് ഭർത്താവിനായി കാത്തിരിക്കുന്നു യമുന. ചേട്ടാ ചേട്ടാ, ഞാൻ രാത്രി പ്രേതത്തെ കണ്ട് പേടിച്ചു പോയി ചേട്ടാ എന്ന് താൻ കണ്ട കാഴ്ച ഭർത്താവിനോട് പറഞ്ഞു. നീ പേടിക്കണ്ട യമുന, ആ പ്രേതം പെണ്ണുങ്ങളെ ഒന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞ് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ശാപത്തെ പറ്റി അയാൾ ഭാര്യയോട് പറഞ്ഞുകൊടുത്തു. ഞാൻ മുൻപേ പറയാമെന്ന് വിചാരിച്ചതാണ്, എന്നാൽ നീ പേടിക്കുമെന്ന് വിചാരിച്ചു പറഞ്ഞില്ല. ആ പ്രേതത്തെ ഭയന്ന് നാട്ടിലുള്ള ആണുങ്ങളെല്ലാം കാട്ടിലേക്ക് പോയി അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസമാണ് തിരിച്ചു വരിക. ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ടു യമുന. ആ പേടിയിൽ വന്ന പനി അവളുടെ ശരീരം വിയർപ്പിച്ചു. കട്ടിലിൽ നിന്ന് എണീക്കാതെ വൈകുന്നേരം വരെ അവൾ ആ കട്ടിലിൽ കിടന്നു. വൈകുന്നേരമായി. ഗ്രാമത്തിലുണ്ടായിരുന്ന ആണുങ്ങളെല്ലാം ഗ്രാമം വിട്ട് പോകാനായി തയ്യാറായി. മനീഷും പോകാനായി തയ്യാറെടുത്തപ്പോൾ യമുനയുടെ സാഹചര്യം വളരെ മോശമായി. അവൾക്ക് പനി കൂടിയതുകൊണ്ട് അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാനായി മനസ്സനുവദിച്ചില്ല. കൂടെ യമുനയെയും കൂട്ടിക്കൊണ്ടു പോകാമെന്ന് കരുതി ഒരു തള്ളുവണ്ടി എടുത്തുകൊണ്ടുവന്ന്, യമുന, നിന്നെ ഈ അവസ്ഥയിൽ തനിച്ചു വിട്ടു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ശരി, നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം എന്ന് പറഞ്ഞ് യമുനയെ ആ തള്ളുവണ്ടിയിലാക്കി പോയിക്കൊണ്ടിരുന്നപ്പോൾ ആകാശത്തു നിന്ന് വലിയ ഇടിയും മിന്നലും വന്നു. നല്ല ഇരുട്ടായി. ഗ്രാമം നിശബ്ദമായിട്ടുണ്ട്. ദൂരത്ത് നിന്ന് പ്രതാപിന്റെ ശബ്ദം കേൾക്കാനായി തുടങ്ങി. ഞാൻ പ്രതാപ് ദാത്രൻ. ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങുകയാണോ? ജോലി ചെയ്യാൻ പോടാ. അയ്യോ, ഇരുട്ടായി, പ്രേതം വന്നു, ഇനി എന്തു ചെയ്യും എന്നാലോചിച്ച് യമുനയും കൊണ്ട് ഓടാൻ തയ്യാറെടുത്തപ്പോൾ മുൻപിൽ പ്രതാപിന്റെ പ്രേതം. ജോലി ഉണ്ടായിട്ട് നീ എവിടേക്കാടാ പോകുന്നത്? ജോലി ചെയ്യാൻ പോടാ, ജോലിക്ക് പോ. അയ്യോ അയ്യോ അയ്യോ, എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുത്, രക്ഷിക്കണേ, രക്ഷിക്കണേ. നേരം വെളുത്തു. ഗ്രാമവാസികളെല്ലാം യമുനയെ കൂട്ടിക്കൊണ്ടുവന്ന് അവളുടെ പനിക്ക് മരുന്ന് കൊടുത്തു. മനീഷിനെ കാണാത്തതുകൊണ്ട് അവനെ അന്വേഷിച്ചിറങ്ങി. ഗ്രാമത്തിന് വെളിയിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിൽ അവനെ തലകീഴായി കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ മുറിവുകൾക്കെല്ലാം മരുന്ന് വെച്ച് കെട്ടി. എപ്പോഴും ആ പാലത്തിൽ കൊണ്ടുപോയി തൂക്കിയിടും. ആ പാലവും പ്രേതവും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. നമ്മളും ആ പ്രേതവും തമ്മിൽ എന്താ ബന്ധം? ഇതെല്ലാം നമ്മുടെ പാപത്തിന്റെ ബലമാവും, നമ്മുടെ വിധി, അല്ലാതെ എന്താ തലയിലെഴുത്ത്. നടക്ക്, എല്ലാവർക്കും തോട്ടത്തിൽ ജോലിക്ക് പോകാം. വൈകുന്നേരം അവളുടെ പനി മാറിയപ്പോൾ എണീറ്റ് അവൾ ഭർത്താവിനെ നോക്കി ഒരുപാട് സങ്കടപ്പെട്ടു. ആ സമയത്ത് ഗ്രാമത്തലവൻ അങ്ങോട്ടേക്ക് വന്നു. യമുന മോളെ, നീ വിഷമിക്കേണ്ട, ഇവനെല്ലാം പെട്ടെന്ന് ശരിയാവും. എന്നാൽ ഇരുട്ടാവുന്നതിന് മുൻപ് ഇവൻ ഈ ഗ്രാമം വിട്ടു പോകണം. അല്ലെങ്കിൽ ഇന്ന് രാത്രിയും ആ പ്രേതം വന്ന് അവനെ അടിച്ച് ആ പാലത്തിൽ കൊണ്ടുപോയി തൂക്കിയിടും. നീ വീട്ടിൽ തന്നെ ഇരുന്നോ, ഞങ്ങൾ അവനെ എടുത്തു പൊക്കോളാം. ഇരുട്ടായി തുടങ്ങിയപ്പോൾ തന്നെ മനീഷിനെ തള്ളുവണ്ടിയിലാക്കി ആളുകൾ കൂട്ടിക്കൊണ്ടുപോയി. യമുന പുറകെ ചെന്നു. നീ വീട്ടിൽ തന്നെ ഇരിക്കുമോളെ, ഞങ്ങൾ മനീഷിനെ നോക്കിക്കോളാം. ഇല്ല, എന്റെ ഭർത്താവ് എവിടെയുണ്ടോ അവിടെയാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്. രാത്രി മുഴുവൻ അവൾ മനീഷിനെ നോക്കിയിരുന്നു. അങ്ങനെ നേരം വെളുത്തു. ആണുങ്ങളെല്ലാം ഗ്രാമം നോക്കി നടക്കാൻ തുടങ്ങി. മനീഷ് ഉണ്ടായിരുന്ന തള്ളുവണ്ടി തള്ളാൻ 2 പേർ വന്നു. വേണ്ട, ആ പ്രേതമുള്ള ഗ്രാമത്തിലേക്ക് എന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് പോണ്ട. അപ്പൊ നീ ഗ്രാമത്തിലേക്ക് വരാതെ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഈ ഗ്രാമം വിട്ട് പോവുകയാണ്. എന്റെ ഭർത്താവിനെ ഈ കോലത്തിലാക്കിയ ഈ പ്രേതമുള്ള ഗ്രാമത്തിൽ എന്റെ ഭർത്താവിനെ ഞാൻ നിർത്തില്ല. അവൾ സ്വന്തം ഗ്രാമത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോയി. നടന്നത് അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. എന്ത്? പ്രേതോ? മോളെ, ഒന്നും വേണ്ട, മോൾ ഇവിടെ തന്നെ നിന്നാ മതി. ആ ഗ്രാമത്തില് ഞങ്ങൾക്ക് 4 ഏക്കർ സ്ഥലമുണ്ട്. ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ അവിടെ തന്നെ ആയിരിക്കും. ഈ പ്രേതത്തെ ഒതുക്കാൻ ആരുമില്ലേ അച്ഛാ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഒരു മന്ത്രവാദിയുണ്ട്. വലിയ വലിയ പ്രേതങ്ങളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെയല്ലേ ഇത് എന്ന് പറഞ്ഞ് മന്ത്രക്കിളവിയുടെ അടുത്തേക്ക് യമുനയെ കൂട്ടിക്കൊണ്ടുപോയി. ആ ഗ്രാമത്തിലുണ്ടായിരുന്ന പ്രേതത്തെ പറ്റി എല്ലാ വിവരങ്ങളും പറഞ്ഞുകൊടുത്തു.
ഈ റാന്തൽ പ്രേതത്തെ പറ്റി കേൾക്കാൻ തന്നെ വ്യത്യസ്തമായിട്ടുണ്ടല്ലോ. ശരി, നാളെ തന്നെ നമുക്ക് ഗ്രാമത്തിലേക്ക് പോകാം. തയ്യാറായിരിക്കൂ. അങ്ങനെ അവർ ഗ്രാമത്തിലേക്ക് പോയപ്പോൾ ഇരുട്ടാകാറായി. ഞാൻ പ്രതാപ് ദാത്രൻ. ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങുകയാണോ? ജോലി ചെയ്യാൻ പോടാ, ഇപ്പൊ തന്നെ പോ. പണി ചെയ്യാനുണ്ടായിട്ട് കിടന്നുറങ്ങുന്നോ? ജോലി ചെയ്യാൻ പോടാ, ഇപ്പൊ തന്നെ പോ. പണി ചെയ്യാനുണ്ടായിട്ട് കിടന്നുറങ്ങുന്നോ? ജോലി ചെയ്യാൻ പോടാ, ഇപ്പൊ തന്നെ പോ. പണി ചെയ്യാനുണ്ടായിട്ട് കിടന്നുറങ്ങുന്നോ? ജോലി ചെയ്യാൻ പോടാ, ഇപ്പൊ തന്നെ പോ. അമ്മ, ആ റാന്തൽ പ്രേതം വന്നു. അതിന്റെ ശബ്ദം കേൾക്കുന്നു. അത് സ്ത്രീകളെ ഒന്നും ചെയ്യില്ല. പേടിക്കാതെ എന്റെ പിന്നാലെ വരൂ. അങ്ങനെ അവർ രണ്ടുപേരും റാന്തൽ പ്രേതത്തെ പിന്തുടർന്ന് ചെന്നു. പണി ചെയ്യാനുണ്ടായിട്ട് കിടന്നുറങ്ങുന്നോ? ജോലി ചെയ്യാൻ പോടാ, ഇപ്പൊ തന്നെ പോ. പണി ചെയ്യാനുണ്ടായിട്ട് കിടന്നുറങ്ങുന്നോ? ജോലി ചെയ്യാൻ പോടാ, ഇപ്പൊ തന്നെ പോ. പണി ചെയ്യാനുണ്ടായിട്ട് കിടന്നുറങ്ങുന്നോ? ജോലി ചെയ്യാൻ പോടാ, ഇപ്പൊ തന്നെ പോ. നേരം വെളുക്കാറായപ്പോൾ ആ റാന്തൽ പ്രേതം ഗ്രാമത്തിലുള്ള ചുടുകാടിന്റെ അടുത്തുള്ള പൊട്ടക്കിണറ്റിലേക്ക് മറഞ്ഞുപോയി. ഉടനെ തന്നെ അവർ ചെന്ന് ആ പൊട്ടക്കിണറ്റിലെ വെള്ളം കോരി ഒരു കുടത്തിൽ വെച്ച് ആ കുടം യമുനയുടെ തലയിൽ വെച്ച് കുടം ചെറുതായി പൊട്ടിച്ചു. യമുന, നീ ഈ കുടവുമായി തിരിഞ്ഞു നോക്കാതെ നിന്റെ വീട്ടിലേക്ക് പോകൂ. വീടിന്റെ മുൻവശത്ത് ഇത് താഴെയിട്ട് വീടിന്റെ ഉള്ളിലേക്ക് പോകൂ. മന്ത്രക്കിളവി പറഞ്ഞതുപോലെ തന്നെ യമുന ചെയ്തു. വൈകുന്നേരമായപ്പോൾ ഗ്രാമത്തിൽ നിന്ന് പുരുഷന്മാർ വെളിയിലേക്ക് പോകാനായി തയ്യാറായി. സ്ത്രീകളും കുഞ്ഞുങ്ങളും ആ പ്രേതത്തെ പേടിച്ച് വീടിന്റെ ഉള്ളിൽ കയറി കതകും ജനലുമെല്ലാം അടച്ചു പൂട്ടി അകത്തിരുന്നു. യമുന കൊണ്ടിട്ട കുടത്തിനു ചുറ്റും മന്ത്രക്കിളവി മന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ടിരുന്നു. അത് റാന്തൽ പ്രേതത്തെ എഴുന്നേൽപ്പിച്ചു. യമുനയുടെ വീടിന് മുന്നിൽ ഇട്ടിരുന്ന ആ കുടം ലക്ഷ്യമാക്കി റാന്തൽ പ്രേതം അങ്ങോട്ടേക്ക് വന്നു. അവിടെ മന്ത്രക്കിളവി തയ്യാറാക്കിയ കോലത്തിൽ ആത്മാവായി പ്രതാപ് ദത്ത് എത്തി. പറയൂ, ആരാണ് നീ? എന്തിനാണ് ഈ ഗ്രാമത്തിലെ പുരുഷന്മാരെ ഉപദ്രവിക്കുന്നത്? നീ കാരണം ഒരുപാട് പേർ മരണമടഞ്ഞു. ഈ ഗ്രാമത്തിലുള്ളവർ കാരണം ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരുപാട് പേർ മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രാമം സാരംഗാപുരം നദിക്കപ്പുറത്താണ് ഞങ്ങളുടെ ഗ്രാമം. കൃത്യമായി പറഞ്ഞാൽ 76 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവർക്ക് എവിടെ പോകണമെങ്കിലും ഈ നദി കടന്നു വേണം പോകാൻ. മഴയെങ്ങാനും വന്നാൽ കാറ്റിലും മഴയിലും പെട്ട് ധാരാളം പേർ അന്ന് മരിച്ചു പോയിരുന്നു. എന്തായാലും ഈ ഗ്രാമത്തെയും ഞങ്ങളുടെ ഗ്രാമത്തെയും ബന്ധിപ്പിക്കാൻ ഒരു പാലം കെട്ടാൻ തീരുമാനിച്ചു. അതിനായി രംഗാറാവു പണം നൽകി സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. നമുക്കധികം സമയമില്ല. 9 മാസം കഴിഞ്ഞാൽ മഴക്കാലമാണ്. 2 ഗ്രാമത്തിലെ ആണുങ്ങളെല്ലാം ചേർന്ന് രാവും പകലും പണിയെടുത്ത് പാലം കെട്ടണം. മഴക്കാലം വരുന്നതിന് മുൻപ് പാലത്തിന്റെ ജോലി പൂർത്തിയാകണം. ഇന്നു മുതൽ അതിന്റെ പൂർണ്ണമായ അധികാരം പ്രതാപ് ദാത്രൻ കൊടുക്കുകയാണ്. പ്രതാപ്, ഇന്നു മുതൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ എല്ലാവരും ജോലി ചെയ്യുന്നത് നീ ശ്രദ്ധിക്കണം. അതിനുശേഷം 8 മണി മുതൽ രാവിലെ 4 മണി വരെയും നിങ്ങൾ ജോലി ചെയ്യണം. അങ്ങനെ നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ വീട്ടിലുള്ളവരെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി നീ ജോലി ചെയ്യിക്കണം. അവർ ചെയ്തില്ലെങ്കിൽ 80 ചാട്ടയടി കൊടുക്കൂ. പെണ്ണുങ്ങളെല്ലാം പേടിക്കേണ്ട. ഈ പാലത്തിന്റെ പണി കഴിയുന്നതുവരെ നിങ്ങളുടെ വീട്ടിലെ ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പണിക്ക് പോകാതെ ഉഴപ്പി നടക്കുന്നവരെയെല്ലാം ഞാൻ ചാട്ടയാടി കൊടുത്ത് പണിക്ക് കൊണ്ടുവന്നിരുന്നു. എന്നാൽ കുറെ ആളുകൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചൂതാട്ടക്കാർ, മദ്യപാനികൾ, മടിയന്മാർ എന്നിവർക്ക് അതിഷ്ടമായില്ല. ഈവൻ നമ്മൾ മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. ആ പാലം കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും നമ്മൾക്കെന്താ? പണി ചെയ്ത് മനുഷ്യന്റെ നടുവൊക്കെ വേദനിക്കുന്നു. അത് തന്നെ വൈകുന്നേരമാകുമ്പോൾ മദ്യപാനവും കഴിഞ്ഞ് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ വന്ന് കൂട്ടിയിട്ട് പോകും. അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. ഇങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ അവർ വിഷം കലക്കി. എൻ്റെ കുതിരയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലും അവർ വിഷം കലക്കി.
മരിച്ചുപോയ ഞങ്ങളെ രണ്ടുപേരെയും ആരും കാണാതെ ചുടുകാട്ടിലെ കിണറ്റിൽ കൊണ്ടുപോയിട്ടു. മരത്തടി കൊണ്ടത് മൂടിയിട്ടു. വെറും 3 മാസം കഷ്ടപ്പെട്ടിരുന്നാൽ ആ പാലത്തിന്റെ പണി കഴിയുമായിരുന്നു. ഞാൻ ജമീന്ദാർ കൊടുത്ത കുതിരയെയും കൊണ്ട് ഗ്രാമം വിട്ട് ഓടിപ്പോയെന്ന് കള്ളം പറഞ്ഞു. ഞാനില്ലാത്തതുകൊണ്ട് പാലത്തിന്റെ പണി ശരിയായി നടന്നില്ല. അതിനുള്ളിൽ മഴയും വന്നു. അതുവരെ പണി കഴിപ്പിച്ച പാലം തകർന്നു വീണു. അന്ന് മുതൽ ആ പാലത്തിന്റെ പണി അവിടെ അവസാനിച്ചു. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവർ പാലമില്ലാതെ ഇപ്പോഴും തോണിയെയാണ് ആശ്രയിക്കുന്നത്. ആപത്ത് അധികമായി കുടുംബത്തോടെ കൂടി പലരും മരിച്ചുപോയി. 9 വർഷങ്ങൾക്കു ശേഷം ഞങ്ങളുടെ ഗ്രാമം തന്നെ ഇല്ലാതായി. ആരോ ഒരാൾ ആ കിണറിനു മീതെയുള്ള തടിയെടുത്ത് മാറ്റിയപ്പോൾ ആ കിണറ്റിൽ കൂടെ വെള്ളമുണ്ടായിരുന്നില്ല. എന്നാൽ അടിയിലെ കുതിരയുടെ അസ്ഥിക്കൂടവും കാണാമായിരുന്നു. എന്നാൽ അയാൾ അത് കണ്ടില്ല. കിണറ്റിൽ വെളിച്ചം വന്നപ്പോൾ എനിക്ക് ശക്തി കൈവന്നു. പാലത്തിന്റെ വേല നിർത്തിയ എല്ലാവരോടും ഞാൻ പ്രതികാരം ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. ഈ ഗ്രാമത്തിലെ ആളുകളെ രാത്രി വെറുതെ ഇരിക്കാൻ വിടില്ല. നിനക്ക് സംഭവിച്ചത് വളരെ ദുഃഖകരമാണ്. പക്ഷേ ആരോ ചെയ്ത തെറ്റ് കാരണം നീ ഗ്രാമവാസികളെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. നിനക്ക് ശാന്തി കിട്ടാൻ എന്താണ് വേണ്ടത്? പ്രതാപ് പ്രതിവിധി പറഞ്ഞ് അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം രാവിലെ മന്ത്രക്കിളവി അവിടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികളോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഗ്രാമത്തിന് നടുവിൽ പ്രതാപ് ദത്തിനും കുതിരയ്ക്കും ഒരു വലിയ കുഴി തോണ്ടി ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരും വന്ന് ആ കുഴിയിൽ വെള്ളമൊഴിച്ച്, ഞങ്ങളുടെ ഗ്രാമത്തിലെ ആളുകൾ ചെയ്ത തെറ്റ് ക്ഷമിക്കൂ, പാലം ഞങ്ങൾ കെട്ടാം. ഞങ്ങളുടെ ഗ്രാമത്തിലെ ആളുകൾ ചെയ്ത തെറ്റ് ക്ഷമിക്കൂ, പാലം ഞങ്ങൾ കെട്ടാം. ഞങ്ങളുടെ ഗ്രാമത്തിലെ ആളുകൾ ചെയ്ത തെറ്റ് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് പുരുഷന്മാർ രാപ്പകൽ കഷ്ടപ്പെട്ട് ആ പാലം പണി തീർത്തു. മാത്രമല്ല കയ്യിൽ റാന്തൽ പിടിച്ചിരിക്കുന്ന പ്രതാപ് ദത്തിന്റെ ഒരു ശിലയും അവിടെ പണി കഴിപ്പിച്ചു. അത് കണ്ട് പ്രതാപ് ദത്തിന്റെ ആത്മാവിന് മോക്ഷം കിട്ടി. ആ മന്ത്രക്കിളവി ചെയ്ത കാര്യത്തിന് ഗ്രാമവാസികൾ എല്ലാവരും അവർക്ക് നന്ദി പറഞ്ഞു. മനീഷും യമുനയും പിന്നീട് സന്തോഷത്തോടെ അവിടെ ജീവിച്ചു.